ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ആരാ പറഞ്ഞ? ഷൈജു ബ്രദറാണ്? അല്ല, ദൈവമായ കർത്താവിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ലെന്ന്. നമുക്ക് അങ്ങനെയൊന്നും പറയാനുള്ള യോഗ്യത ഇല്ല. നിയമാവർത്തനം 28:12 പറയുന്നു, അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ഇത് നടക്കണ കാര്യമാണ് ആശാനെ, ബ്രദറെ, അച്ഛ എന്നൊക്കെ ചോദിക്കും അല്ലേ. ഇത് നടക്കാൻ പോണില്ല, നമ്മളെയും കൊണ്ടേ പോകുള്ളൂന്ന്. അത് തലേന്ന് ആദ്യം കളയുക. ഈ കൊണ്ടേ പോകുള്ളൂ, നടക്കാൻ പോണില്ല, ദുഷ്ടനെ പന പോലെ വളർത്തും. നമുക്ക് പണ്ട് പോലെ അങ്ങനെയാണ്, ഇതുവരെ ഒരു വഴി ഉണ്ടായിട്ടില്ല. ആര് തരാനാണ്? എവിടെ നിന്ന് കിട്ടാനാണ്? എങ്ങനെ നടക്കാനാണ്? ഇത് തന്നെ നമ്മുടെ ബന്ധനമെന്ന് പറയാം. നമ്മൾ പറയാം അവർ കൂടോത്രം ചെയ്ത് ഇവർ കൂടോത്രം ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയും കൂടെ രാത്രി ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ്, ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞങ്ങളുടെ ശത്രു അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങളെ നോക്കി, മറ്റവരോട് അങ്ങനെ സംസാരിക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കട്ടെ, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ അനുഭവിപ്പിച്ചിട്ടുണ്ട്. അതേ നോക്കിയിരുന്നാൽ ദൈവത്തിൻ്റെ മുഖത്വം കാണാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഈ വക വിശ്വാസങ്ങളുടെ പുറകെ പോകുന്നവരുടെ തലയിൽ ഇങ്ങനത്തെ ഒത്തിരി മിഥ്യാസങ്കല്പങ്ങളായിരിക്കും. ചികിത്സിച്ച് പോലും മാറ്റാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് കെട്ടുപണഞ്ഞ അവസ്ഥയിലാകും. ഞാൻ ആരെയും തരം താഴ്ത്തുകയല്ല. അതുകൊണ്ട് നമ്മുടെ ഉടമസ്ഥൻ സൃഷ്ടാവ് ദൈവമാണ്. വേറെ ആരെയും നമ്മൾ ഉടമസ്ഥരും അധികാരിയും ആക്കണ്ട. അവർ പറഞ്ഞത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ശപിച്ചതോ മുടക്കിയതോ തടസ്സപ്പെടുത്തിയതോ വെച്ചുകൊണ്ടിരുന്നിരുന്നതിനെ അതിനെയാണ് വിഗ്രഹാരാധന എന്ന് പറയും. നമ്മൾ തന്നെ ബന്ധനത്തിലാകും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഇതിൻ്റെ ഒരംശം സ്ഥാനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അവർ പറഞ്ഞു നിൻ്റെ മക്കളെ ഇരുത്തിക്കളയും, നിന്റെ കുടുംബത്തെ നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ വേറെവരോട് പറഞ്ഞ് നമ്മളെക്കുറിച്ച് അന്വേഷിച്ച്, ഇതെല്ലാം തലേന്ന് കളയി. ഇന്നും കൂടെ മക്കളൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ കടം മാറിയില്ല. ഞാൻ ചോദിച്ചു എപ്പോഴാണ് പോയത്? പോയിട്ട് ഇപ്പം ജോലിക്ക് അങ്ങോട്ട് ആയിട്ടുള്ളു, വാഴ അങ്ങോട്ട് വെച്ചിട്ടുള്ളു. കൊല വെട്ടാൻ വേണ്ടി തിരക്കുപിടിച്ചിട്ട് കാര്യമുണ്ടായി. ഓരോന്നിനും ഓരോ പ്രോസസ്സ് ഉണ്ട്. അമിത വ്യഗ്രത, പിന്നെ വീണ്ടും കടം കയറുന്നതും കൊള്ളപ്പലിശക്ക് എടുക്കുന്നത്. ഇന്നും വിളിച്ചു, ഇന്നലെയും വിളിച്ചു. പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പലരും വിളിക്കുന്നുണ്ട്. ആരെയും വിഷമിപ്പിക്കാനോ ആരുടെയും പേര് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വ്യഗ്രത അങ്ങോട്ട് കളയണം, അത് പാപമാണ്. സുഖലോലുപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി, ലൂക്ക 21:34 മുതലുള്ള വാക്യങ്ങൾ. ഇവ മൂലം ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ പതിക്കുക. ആ ദിവസം വരെയും പോകണ്ട, അതിപ്പോഴേ പലരെയും വിഴുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ കടബാധകൾ മൂലം പലരും വീർപ്പ് മുട്ടുന്നവരും ആത്മഹത്യ ചെയ്യുന്നവരുടെയും ഒക്കെ എണ്ണം പണ്ടത്തേനേക്കാൾ ഒരുപാട് വർദ്ധിച്ചു. അതിന് പറയുന്ന കാര്യങ്ങൾ കോവിഡ്, പ്രളയം, മഹാമാരി, എന്തെല്ലാമാണ്. ഇപ്പോൾ അതേ ഉരുളും പൊട്ടി, സാമ്പത്തിക മാന്ദ്യം, എന്തെല്ലാം പറയാമോ. എന്തെങ്കിലും കിട്ടാനിരിക്കണേ എന്ന് പറയും. അപ്പോൾ അതിനിടയ്ക്ക് പനക്കലച്ചൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണേ. പാവം പനക്കലച്ചനും അറിഞ്ഞിട്ടില്ല, ഡിവൈൻ ധ്യാനകേന്ദ്രം അറിഞ്ഞിട്ടില്ല, വലിയത് എന്താണ്ടും വരാൻ പോകണമെന്നും പറഞ്ഞിട്ട്. ഈ പിശാച് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നുണയനാ. പനക്കലച്ചൻ ഇങ്ങനെ ഒരു പടം വെച്ചിട്ട് കറക്കേണ്ട ഔദാര്യമൊന്നുമില്ല. ഡിവൈനിൻ്റെ ഗുഡ്നസ് TV വഴിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സോഷ്യൽ മീഡിയ ധാരാളം പ്രോഗ്രാമുണ്ട്. ഒരു പടം വെച്ചിട്ട് കുറച്ച് എഴുതി വെച്ചിട്ടിട്ട് കറക്കേണ്ട കാര്യമില്ല. ആധികാരികത ഇല്ലാത്ത പല ഇതും മനുഷ്യരെ ഭയപ്പെടുത്തി നശിപ്പിക്കാൻ പിശാച് ഇങ്ങനെ സോഷ്യൽ മീഡിയ. എനിക്ക് തന്നെ ഒരാളല്ല, അതുകൊണ്ട് ഞാനിത് വിഷയം കടം വാങ്ങേണ്ടി വരികയില്ലാണെങ്കിലും പറയുന്നത്. അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ, നല്ലൊരു കാര്യം വിശ്വസിക്കാൻ പറഞ്ഞാൽ, ഒരു വചനം പറഞ്ഞാൽ തലയിൽ കയറില്ല. പക്ഷേ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞാൽ വേഗം അത് ഷെയർ ചെയ്യും. ഒരു ദൈവവചനം ഇട്ട് കൊടുക്കാൻ, ഒരു നല്ലൊരു വീഡിയോ യൂട്യൂബ് ഒരു ചാനൽ ഇതിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ പണിയാണ് അല്ലേ. പക്ഷേ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യം ഇട്ടവർ തന്നെ പിന്നെയും ഇട്ടെടുക്കുന്ന അവസ്ഥ. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെയൊക്കെ എണ്ണം എടുക്കുമ്പോൾ കോടികൾ കടമുള്ളവരല്ല അല്ലേ. 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും ഒന്നും വരെ പോകാറില്ല. അത്രയൊക്കെ ഉള്ളവരാണ് ഓരോന്ന്
കാണിച്ച് കൂട്ടുന്നത്. ഇനി അതുകൊണ്ട് വല്ല പരിഹാരം ഉണ്ടാകുമോ? ഒരു പരിഹാരം ഉണ്ടാകാൻ പോണില്ല. കഴിഞ്ഞ ദിവസം ബ്ലേഡ് പലിശക്കാർ, ഓൺലൈൻ തട്ടിപ്പുകാർ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതായിട്ടൊക്കെ ഒരു വാർത്ത വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവിടെ 2-3 ആഴ്ച മുമ്പ് പ്രാർത്ഥിപ്പിക്കാൻ വന്നൊരു ദമ്പതികൾ അവരിവിടെ വന്ന് കയറിയപ്പോൾ അവരുടെ ഫോണിലും ഇതുപോലെ ഒരു തട്ടിപ്പ്, ഒരു അനോണിമസ് കോളും ഡിസ്റ്റർബൻസും അത് കണ്ട് ഒരുപാട് പേര് വിളിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പം ഞാനത് നേരെ ഇവിടെ ഇരുന്ന് തന്നെ 1930 അങ്ങനത്തെ ഒരു നമ്പർ നമുക്കുണ്ട്. സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ അതിൻ്റെ ദുരുപയോഗമോ അല്ലെങ്കിൽ ഈ സൈബർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ഇന്ന് അങ്ങനെയുള്ള കൊള്ളയും കള്ളത്തരവും ചതിയൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. നമ്മളവർ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കും, നമ്മുടെ പടങ്ങൾ മോർഫ് ചെയ്യും. അപ്പോൾ അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഉത്തരവാദിത്തപ്പെട്ട നമ്മളാരും തലവെട്ടില്ല, സഹായം തരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ സൈബർ വാളണ്ടിയർ ആയിട്ടുള്ള കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ 1930 വിളിപ്പിച്ചു. കളമശ്ശേരി സ്റ്റേഷൻ്റെ പരിധി വരുന്നവരായതുകൊണ്ട് ഒരു പരാതി എഴുതി അവരെ സഹായിച്ചു. വേഗം അതുകൊണ്ട് കൊടുത്തു. ഇന്നലെ അവരെനിക്ക് നന്ദി പറഞ്ഞു. ഇന്ന് പറഞ്ഞിട്ടൊക്കെ പോയതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ആത്മഹത്യയുടെ വിവരം പത്രത്തിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളും അന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. കാരണം ഞങ്ങളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ തേജോവധം ചെയ്യാൻ വേണ്ടി ആ ബ്ലേഡ് പലിശക്കാർ, പണക്കാർ ഈ രീതിയിൽ മോർഫ് ചെയ്തോ മറ്റോ ഭീഷണിപ്പെടുത്തിയപ്പോൾ പോലീസ് അവിടെ ചെന്നപ്പോൾ ഞാൻ കൊടുത്തതിനേക്കാൾ കൂടുതൽ ധൈര്യവും ചാർജും പരിഹാരവും അവർക്ക് കൊടുത്തത് കൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞ് ധൈര്യപ്പെടുത്തി വേണ്ടതുപോലെ വിട്ടു. കളമശ്ശേരി സ്റ്റേഷനിലാണ് ചെന്നത്. 1930 വിളിച്ച് റിപ്പോർട്ട് ചെയ്തു. ആ പ്രശ്നം സോൾവ് ആയിപ്പോയി. അതുകൊണ്ട് ഇന്ന് സാമ്പത്തിക തട്ടിപ്പുകൾ പല രീതിയിൽ നമ്മൾ പോലും സ്വപ്നം പോലും കാണാത്ത രീതിയിൽ, കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിൽ പോലും നടക്കുന്നുണ്ട്. കൊള്ളപ്പണത്തിൻ്റെയും കള്ളപ്പണത്തിൻ്റെയും ഒക്കെ ബ്ലാക്ക് മണിയുടെയൊക്കെ പേര് പറഞ്ഞ് പോലീസിൻ്റെ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തും. ഒരിക്കലും അവരാരും നമ്മളെ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തില്ല. നേരെ വാ നേരെ പോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്: നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല, നീ അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. വചനം അതാണ്, നിയമാവർത്തനം 28:12. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചോട്ടെ. പലർക്കും ഇത് പറഞ്ഞു കൊടുത്ത് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നടക്കൂല എന്ന് പറഞ്ഞിട്ട് വായിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല. യാക്കോബ് 1:7-8 പറയുന്നുണ്ട്, സംശയമനസ്കനും എല്ലാ കാര്യങ്ങളും ചഞ്ചല പ്രതിമ ഒരുവന് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല. കുടം കമിഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഹഗായി പ്രവാചകൻ പറയുന്ന പോലെയാണ് പലരുടെ അവസ്ഥ. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവാൻ. നിങ്ങളേറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നതിന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. ഇന്നും കൂടെ ഒരു വീട്ടമ്മ വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ്, എന്തോരം പൈസ ഞങ്ങളുടെ വീട്ടിൽ കിട്ടുന്നു, എങ്ങോട്ട് പോകണമെന്നറിയില്ല. അപ്പോൾ വരുമാനമുണ്ട്, പക്ഷേ കടം തീരുന്നില്ല. ബ്രദറെ ഒന്ന് പറഞ്ഞു തരാമോ, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും പറഞ്ഞ്. അപ്പോൾ ദൈവം സമ്പത്തും കഴിവുകളും മനുഷ്യന് നൽകുന്നത് ദൈവവും മനുഷ്യനുമായിട്ട് പങ്കുവെച്ച് അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ദൈവത്തെ കൊള്ളടിക്കുക. അതോടെ പോയി കഥ. കഴിഞ്ഞ ദിവസം ഞാൻ നേർച്ചക്കടം ഒരു കെട്ടാണെന്നും പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഒരാൾ ഫേസ്ബുക്കിലൊരു കമൻ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. യേശുവാണ് രക്ഷകൻ, യേശുവിൻ്റെ ബലിയാണ് രക്ഷ തരുന്നത്, എന്നിട്ട് പണം തട്ടാനാണ് നേർച്ചേനെ കുറിച്ചിരിക്കുന്നത്. എൻ്റെ വിഷയം നേർച്ച ആയതുകൊണ്ടാണ് നേർച്ച എന്ന വിഷയത്തെക്കുറിച്ച് എൻ്റേതായ വാക്കല്ല സംസാരിച്ചത്. ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലഭ്യമായ വിവരങ്ങൾ അപ്രകാരമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി എടുത്തിട്ടു. ഞാൻ ആരുടെയും പണവും ചോദിച്ചിട്ടില്ല, ആർക്കും കൊടുക്കാനും പറഞ്ഞിട്ടില്ല. ഇനി കൊടുക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ലൂക്ക 6:38, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. കൊടുക്കണം. നല്ല മനസ്സുള്ളവർ കൊടുത്തോ, അല്ലാത്തവർ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അമർത്തി കുലുക്കി കവിഞ്ഞു വീഴും വണ്ണം മടിയിൽ ഇട്ട് തരും എന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ നേർച്ച കൊടുക്കണം. ഇതാ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കും. പുതിയ നിയമത്തിൽ പറഞ്ഞേക്കണം. ഞാൻ യേശു രക്ഷകനല്ലെന്നും പറഞ്ഞിട്ടില്ല, യേശുവിൻ്റെ പരിഹാര ബലി അല്ലെന്നും പറഞ്ഞിട്ടില്ല, യേശു കുരിശിൽ മരിച്ചത് ബലിയായി മരിച്ചത് നമുക്ക് വേണ്ടി അല്ലെന്നൊന്നും പറഞ്ഞില്ല. നേർച്ച എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ, പിന്നെ ഓണത്തിന് ഓണസദ്യയല്ലേ അല്ലേ, അപ്പോൾ അവിടെ
പൊട്ടും കൊണ്ട് നടന്നിട്ട് കാര്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ നേർച്ചേനെ കുറിച്ച് പറയുമ്പോൾ യേശു രക്ഷകനാണ്, യേശു ബലിയർപ്പിച്ചു, അത് ഞാനും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കേണ്ടി വരുന്നത്. യേശു രക്ഷകനായതുകൊണ്ട് തന്നെയാണ്. അപ്പം നേർച്ച എന്ന് പറയുന്നത് ദൈവമോ സഭയോ നമുക്ക് തരുന്ന കടമല്ല, നമ്മൾ നേരുന്നതാണ്. ഇന്ന കാര്യത്തിന് വേണ്ടി ഇന്ന കാര്യം ചെയ്തോളാം എന്ന്. ഇതാ അബ്രഹാം ദൈവത്തിൻ്റെ ആ വിളിപ്രകാരം സ്വന്തം കുഞ്ഞിനെ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ അതിന് പരിഹാരമായിട്ടൊരു കുഞ്ഞാടിനെ കാണിച്ചു കൊടുത്ത് അതിനെ ബലിയർപ്പിച്ചിട്ട് വരുന്നതായിട്ട്, തൻ്റെ നിയോഗം നേർച്ച നിറവേറ്റുന്നതായിട്ട് ബൈബിളിൽ തന്നെ കാണുന്നു. ഇങ്ങനെ ഒത്തിരി വിധവയുടെ കാണിക്ക, വിധവയുടെ ചില്ലിക്കാശ് കണ്ടിട്ട് യേശു പറയുന്നുണ്ട്, അയ്യോ എന്ത് കഷ്ടമോ, നിങ്ങളെപ്പോലെയുള്ളവർ ഇതിൽ ഇടണ്ട എന്നല്ല പറഞ്ഞത്. ഈ വിധവയാണ് ഏറ്റവും നന്നായിട്ട് കൊടുത്തത്. അതായത് വലിയ സമ്പന്നന്മാരും ധനികന്മാരും കൊടുക്കുന്നതിനേക്കാൾ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തിന് ശുശ്രൂഷയ്ക്ക് സഭയ്ക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഇഷ്ടമുള്ളവർ കൊടുത്തോ. ഒരു സഭയും ആരുടെയും പോക്കറ്റിൽ കയറ്റൊന്നും എടുക്കുന്നില്ല. കൊടുക്കുക എന്നുള്ളത് ദൈവം നമുക്ക് തരുമ്പോൾ അതിൻ്റെ പങ്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക എന്നത് നമ്മുടെ കടമയാണ്. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അയൽവാസികൾക്കും സഹായം ആവശ്യമുള്ളവരെയൊക്കെ ഒറ്റത്തടി പോലെ ഇങ്ങനെ പൊങ്ങി പോകാൻ വേണ്ടിയല്ല, നമ്മളാൽ സാധിക്കുന്ന രീതിയിൽ ചെയ്യുക എന്ന വചനത്തിൽ പറയുന്നുണ്ട്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുതെന്ന് രണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും കേട്ടിട്ട് ഒരു പണിക്കും പോകണ്ട, കിട്ടണവരോടൊക്കെ കടം മേടിച്ചോ തിരിച്ചു കൊടുക്കണ്ട, അല്ലെങ്കിൽ നിനക്കുള്ളത് ആർക്കും കൊടുക്കണ്ട, അങ്ങനെയും പറഞ്ഞിട്ടില്ല. ഈ രണ്ട് കാര്യവും പറഞ്ഞിട്ടില്ല. വിവേകത്തോടെ, സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ദൈവഭക്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ദൈവഭക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. രോഗശാന്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു അല്ല എന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ രോഗശാന്തി ആഗ്രഹിക്കാൻ പാടില്ല, നിത്യജീവനിലോട്ട് പോകണം, മരിച്ചു ചെയ്ത് സ്വർഗത്തിൽ പോകണം എന്നല്ല. അത് നിത്യജീവനിൽ എത്തണം. അതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. പക്ഷേ യേശു അന്ധൻ്റെ കണ്ണ് തുറന്നു, ചെകിടൻ്റെ കാത് തുറന്നു, ഊമൻ്റെ കെട്ടടിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞേക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ബൈബിളിൽ തന്നെ ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്? ഹഗായി പ്രവചനത്തിലേക്ക് മടങ്ങി വരികയാണ്. മനുഷ്യർ ദൈവത്തെ കൊള്ളയടിക്കും, എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മലാക്കി പ്രവാചകന് ഇത് തന്നെ പറയുന്നുണ്ട് അല്ലേ? ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നത് ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ. നിങ്ങൾ ജനം മുഴുവൻ എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ്. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. അപ്പോൾ ചിലരുടെയൊക്കെ തകർച്ചകൾക്ക് കാരണം ഇതാണ്. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുക, മനുഷ്യർക്ക് കൊടുക്കുക, വാഗ്ദാനങ്ങൾ പാലിക്കുക, ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്, പങ്കുവെക്കുന്ന സ്നേഹത്തിലേക്കൂടെ കടന്നു വരണം. മരിച്ചവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം, ബലിയർപ്പിക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണം അല്ലേ? എന്തോരം മരുന്നിനും മന്ത്രത്തിനും മദ്യത്തിനും ആർഭാടത്തിനും ഒക്കെ വേണ്ടി ദൂർത്തടിക്കുന്നവരുണ്ട്. അപ്പോൾ ചിലർ ഞാനുണ്ടാക്കും, ഞാൻ കൊടുക്കും, ഞാൻ നശിപ്പിക്കും, ഞാൻ തീരുമാനിക്കും, ആരാ ചോദിക്കാമെന്ന് പറയും. അത് ശരിയായ ഒരു പ്രവണതയല്ല, ദൈവവചനത്തിനെതിരായ ഒരു അഹങ്കാരത്തിൻ്റെ വക. നിങ്ങൾക്കായി സ്വർഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. മലാക്കി 3:8 മുതൽ 10 വരെ. ആര് നമ്മുടെ പോക്കറ്റിൽ കൈയിട്ട് അച്ഛന, മെത്രാന, സഭയെ, ശുശ്രൂഷകര, ബ്രദറ ആരും എടുക്കണില്ല. അത് ദൈവം നമുക്ക് വിട്ടു തന്നിരിക്കുന്ന ഓപ്ഷനാണ്. അവരോടും ശുശ്രൂഷകരോടും പറയുന്ന ഇതാണ്, ആരുടെയും നോക്കിയിരിക്കണ്ട. അത് ദൈവത്തിൻ്റെ ഹിതവും അരുളപ്പാടും വാഗ്ദാനവും അനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ യഥാർത്ഥ ഉപവാസം അതാണ്. ഏശയ്യ 58:7 പഠിപ്പിക്കുന്നുണ്ട്, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും. എന്താണ് യഥാർത്ഥ ഉപവാസം എന്ന്? പവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്, വലിയൊരു മരത്തിൻ്റെ കഥ. ധാരാളം മൃഗങ്ങളും പക്ഷികളും ആ മരത്തിൻ്റെ ചുവട്ടിൽ തണലിന് വേണ്ടി ചെന്നിരിക്കുക പതിവായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ മരത്തിന് തോന്നി, ഞാനെന്തിനാ ഈ വെയിലും കൊണ്ട് നിന്നിട്ട് ഈ മറയത്ത് വേറെ അനേകർ വന്നിരുന്ന് സുഖം അനുഭവിക്കുന്നത് എന്ന് പലരും പറയുന്ന കാര്യം. അങ്ങനെ ആരും സുഖിക്കണ്ട, ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ജോലിയെടുത്തിട്ട് എല്ലാവരും കാലം നീട്ടിയിരുന്ന് അത് അനുഭവിക്കാൻ വേണ്ടി ഇരിക്കണം.
എനിക്കും വേണമല്ലോ എന്നും പറഞ്ഞ് കയറിയിരുന്നാൽ പോയി. അതിനുവേണ്ടി തൻ്റെ ഇലകളെല്ലാം പൊഴിച്ചു കളഞ്ഞും ചുരുട്ടി വെച്ചും വെയിലിനെ താഴോട്ട് ഇറക്കി വിട്ടു. ഒരു പ്രതിഷേധം കാണിക്കുകയാണ് ഈ മരം. അപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ തണ തേടിയിരുന്ന ജീവികളെല്ലാം മറ്റ് മരങ്ങളുടെ തണലിലേക്ക് പോവുകയാണ്. ഇലകൾ സൂര്യപ്രകാശത്തിന് അഭിമുഖമായി ചുരുങ്ങിയത് മൂലം മരത്തിന് എന്തുപറ്റി? ഭക്ഷണം നിർമ്മിക്കാൻ, അന്നജം ഉണ്ടാക്കുന്നത് ഇലകൾ വഴിയാണ് നിർമ്മിക്കാൻ സാധിക്കുക. ഇലകളെല്ലാം വിളറി വെളുത്തു പുഴുക്കൾ വരാൻ തുടങ്ങി. ഈ മരം ക്ഷീണിച്ച് ഉണങ്ങി കരിഞ്ഞ് നശിച്ചു. എന്താണ്? സ്വാർത്ഥതയുടെ ഫലം. അപ്പോൾ കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഒടയതമ്പുരാൻ തന്നെ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. മത്തായി 6:38 അല്ലേ? തൻ്റെ ഇല്ലായ്മയെന്ന് കൊടുത്ത വിധവയുടെ കാണിക്ക പോലെ വീണ്ടും ആ കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. മറിയത്തിൻ്റെ സമർപ്പണം പോലെ 5 അപ്പവും 2 മീനും വിശ്വാസത്തോടെ 5000 പേർക്കായി വർദ്ധിപ്പിക്കാൻ ഒരു ബാലനാണ് സന്മനസ്സുണ്ടായത് കൊടുക്കാൻ, അല്ലേ? അപ്പോൾ ഇതുപോലെ ദൈവം നമ്മളെ വിളിച്ച വിളികൾ നമ്മുടെ ഇടവകയിലോ അയൽവക്കത്തോ നമ്മുടെ സഹായം ആവശ്യമുള്ള ആശുപത്രി കിടക്കുന്ന രോഗിക്കോ നമ്മുടെ മനസ്സിൽ ദൈവം തരും. ആരാണെന്ന് വെച്ചാൽ പ്രാർത്ഥനാ കൂട്ടായ്മയിലോ ജയിലിലോ. എന്നാളൊരു സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ പലതവണ ജയിലിൽ പോയി ശുശ്രൂഷ കൊടുക്കുകയും ക്ലാസ് കൊടുക്കുകയും അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ബ്രദറെ ഇനി ജയിലിൽ പോകുമ്പോൾ അങ്ങനെ ഒരു 10,000 രൂപയുടെ പുസ്തകങ്ങൾ ജയിലിൽ കിടക്കുന്നവർക്ക് വായിക്കാൻ ഉതകുന്ന തരത്തിലുള്ള മോട്ടിവേഷൻ സെൽഫ് ഹെൽപ്പ് ബുക്കുകളെല്ലാം വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമുണ്ടായി. അപ്പം ഞെട്ടിപ്പോവും. വലിയ വലിയ വീട്ടുകളിലെ നല്ല നല്ല മിടുമിടുക്കന്മാരൊക്കെ ഓരോരോ മയക്കുമരുന്നും കുരുത്തക്കേടും കേസുകളിലും എടുത്തിയാട്ടത്തിലൊക്കെ കൂട്ടുകെട്ടിലൊക്കെ പെട്ട് കിടക്കുന്നുണ്ട്. 60 പേര് കിടക്കുന്ന സ്ഥാനത്ത് 120 പേരും കൊള്ളാതെ കിടക്കുന്ന അവസ്ഥയിലാണ്. എന്ത് ചെയ്യാനാ? പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും ഭരണ സംവിധാനത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞ എന്താണ്? കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഞാനിപ്പോൾ നമ്മൾ ബിഷപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഭക്ഷണ വിതരണ ശുശ്രൂഷ വഴിയേരി കിടക്കുന്നവർ ഒരാളുടെയും പോക്കറ്റിൽ കൈയിട്ടെടുക്കുന്നില്ല, ഒരാളെയും നിർബന്ധിക്കുന്നില്ല. സന്മനസ് ഉള്ളവർ അന്നു മുതൽ ഇന്ന് വരെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ഇഷ്ടമില്ലാതെ ചെയ്തിട്ടൊരു കാര്യമില്ല. അത് ചിലർ അവരുടെ അടിയന്തരങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഓർക്കണം, ഒരു 150 പേർക്ക് ഒരു ഹൈന്ദവ കുടുംബം അവരുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഉപകാരമായി എന്ന് തോന്നിയ മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞതാണ്, എൻ്റെ അപ്പം മരിച്ചിട്ട് വർഷമായി, അപ്പൻ്റെ പേരിൽ ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ ഉണ്ടാക്കി കഴിക്കുകയും ആൾക്കാരെ വിളിച്ചു കൂട്ടുകയും പ്രാർത്ഥിക്കുകയും കുറവാനല്ല. പക്ഷെ ഇന്ന് വരെ ചെയ്തതിൽ ഏറ്റവും വലിയ കാര്യം ഷൈജു തൻ്റെ കൂടെ ഈ കാര്യം, ഈ അനാഥർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പങ്കുചേർന്നപ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല, എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി എന്നും പറഞ്ഞിട്ട് ഭയങ്കര അനുഭവമായിരുന്നെന്നും പറഞ്ഞത് ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ അടിയന്തരങ്ങൾ, ബർത്ത്ഡേ, വിവാഹം, നമ്മൾ എന്തോരം പൈസയാണ് വെറുതെ പൊടിച്ച്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഒരു ഐസ്ക്രീമിന് 150 രൂപയുള്ളതാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ ഓരോരുത്തർക്കും മേടിക്കുമ്പോൾ എത്രയാകും? എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ടൊക്കെ പൊരിയുന്ന വയറുകൾ ഒരു വശത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഐസ്ക്രീമും ആഡംബരവും ഒക്കെ ആയിട്ട് വാരി വെതറി എന്തോരം ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നത്. ആർത്തി മൂത്ത് ഉള്ള കണ്ട ഇപ്പോൾ രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെ ഓർഡർ കൊടുത്താൽ ഭക്ഷണം വരും. പക്ഷെ ഉറക്കപ്പിച്ചിൽ തിന്നാനും വയ്യ, എന്നാൽ വേണമെന്ന് താനും. അപ്പോൾ വേസ്റ്റിലേക്ക് ഇടുന്ന അവസ്ഥ, ലോറി കണക്കിന് വേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ചളിക്കവട്ടം മഞ്ഞുരുന്ന് ഈ പരിസരത്ത് രാവിലെ വേസ്റ്റ് കയറി പോകുന്നത് കാണാം. ലോറി കണക്കിന് വേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ഏരിയയിൽ നിന്നും അത് കൊട്ടിയിടുന്നതൊക്കെ അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഈ ജോലി എടുക്കുന്നവരൊക്കെ എന്ത് പൊന്നും കട്ട കിട്ടിയാലും ആ മാലിന്യത്തിലും ദുർഗന്ധത്തിലും ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, അതിനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല. എങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാലും അവരൊക്കെ ചെയ്യുന്നത് ശമ്പളം കിട്ടും, കൂലി കിട്ടും, ടിപ്പ് കിട്ടുമെന്ന് പറഞ്ഞാലും അത് എന്തെല്ലാം കിട്ടിയാലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ആ മാലിന്യത്തിൽ കിടന്ന് അതിങ്ങ് ചെയ്യുന്നത്. ഞാനത് നോക്കി നിൽക്കാറുണ്ട്. ആളുകൾ അറപ്പോടെ മൂക്കുകൊത്തി പിടിച്ചും വെറുപ്പോടെ വണ്ടി സ്പീഡിൽ ഓടിച്ചൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ വീടുകളിലെ വേസ്റ്റാണ് അവർ കൊട്ടിക്കൊടഞ്ഞിട്ട് തരംതിരിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തോരം പൈസയാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത്, എന്തോരം ഭക്ഷണ വേസ്റ്റാണ്. പക്ഷെ എന്തെങ്കിലും നല്ല കാര്യത്തിന് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ അപ്പം
പിടിവരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള ആ വാക്യങ്ങളിൽ ഒരു ദൈവഭക്തന് കടം വന്നപ്പോൾ എലീഷ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകഗണത്തിൽ ഒരുവൻ മരിച്ചു. അയാൾ കടം വാങ്ങിയിരുന്ന പണം തിരിച്ചു കിട്ടാഞ്ഞ് കടം കൊടുത്ത അയാൾ മക്കളെ 2 പേരെ അടിമകളാക്കാൻ വന്ന വിവരം വിധവയായ സ്ത്രീ വന്നു പറഞ്ഞപ്പോൾ അവരുടെ സങ്കടം ആര് കേട്ടു? എലീഷ പ്രവാചകൻ. കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് അവളുടെ ഭവനത്തിലെ ആകെ സമ്പാദ്യമായ 1 ഭരണി എണ്ണ കടം വീട്ടുവോളം ഇങ്ങനെ വർദ്ധിച്ചു വന്നു. എന്നോട് ചിലരൊക്കെ പറയാറുണ്ട്, എൻ്റെ പൊന്നു ബ്രദറെ, ഇതിനേക്കാൾ വലിയ അത്ഭുതമാണ് ദൈവം നേരിട്ട് ഇറങ്ങി ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ കടക്കാർ ഞങ്ങളെ വലിച്ചു കീറി തിന്നാൻ, എല്ലാം പോയാൻ, എല്ലാ അറ്റം വരെ പോയിട്ടാണ് ഞങ്ങൾ കയറി വന്നതെന്ന് പറഞ്ഞ് എത്രയോ പ്രാർത്ഥിക്കാൻ വന്ന അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ഉണ്ടാകാറുണ്ടെന്നറിയാമോ? അതുകൊണ്ട് ഇപ്പോൾ ഉള്ള അവസ്ഥ ഒരറ്റമല്ല. ഇതിൽ നിന്നും ദൈവം നമുക്ക് മാറ്റം തരും. ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാന മാർഗങ്ങൾ ഒരുപക്ഷെ തീർത്തും അടഞ്ഞു പോയേക്കാം. വരുമാനം ഉണ്ടാക്കി തന്നിരുന്ന വ്യക്തിയുടെ വേർപാടോ നാശനഷ്ടങ്ങളോ ബിസിനസ് തകർച്ചയോ മരണമോ നമ്മൾ ഉപേക്ഷിച്ചു പോയതോ ഏതവസ്ഥയാട്ടെ, പക്ഷേ സ്വർഗത്തിലെ ദൈവം നമ്മൾ ഉപേക്ഷിക്കില്ല. അതാണ് 2 രാജാക്കന്മാർ 4:1 മുതൽ 7 വരെ ആ വിധവയായ സ്ത്രീക്കും അവരുടെ 2 മക്കളെയും നാണം കെടുത്താതെ ദൈവം അവർക്ക് വേണ്ട, കർത്താവെ നാണം കെടുത്തരുതേ കർത്താവെ, നിനക്ക് സാധിക്കും കർത്താവെ എന്നും പറഞ്ഞ്. പക്ഷേ ഈ കടക്കാരെ കടം തന്നവനെ തെറി പറയുന്ന സ്വഭാവവും കൊള്ളപ്പലിശക്ക് വീണ്ടും എടുക്കുന്ന സ്വഭാവവും ആഡംബരവും ദൂർത്തിനും വേണ്ടി കടം മേടിച്ച് കൂട്ടുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അതൊക്കെ നിയന്ത്രിക്കുക. ഇതൊക്കെ ഒരു തഴക്കദോഷമാണ്. ചിലർ പറയും എന്ത് മേടിക്കണം എന്നാണ് പറയുന്നത്, 1 നില വീട് മതി, അവിടെ ആകെ അപ്പനും അമ്മയും 2 കൊച്ചുള്ളൂ. പക്ഷേ 2 നിലയും അതിൻ്റെ മുകളിലും ചൂടെന്നും പറഞ്ഞിട്ട് ഷീറ്റ് വിട്ട് സൈഡിൽ മുഴുവൻ കട്ടയും ഇട്ട് എല്ലാം അടച്ച് കെട്ടി എല്ലാം പണിത് പിന്നെ ഉള്ള കാറും മാറ്റി, നമ്മുടെ കഥയല്ല കേട്ടോ, ഉള്ള കാറും മാറ്റി പിന്നെ മോഡലും പുതുക്കി. ആൾക്കാരെന്ത് വിചാരിക്കും? വീടിനനുസരിച്ച കാറ്. ഇപ്പം കടം കൊണ്ട് നിക്കക്കള്ളിയില്ല, കടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഭർത്താവ് പറയും ഭാര്യയാണ്, ഭാര്യ പറയും ഭർത്താവാണെന്ന് പറയും. കഴിഞ്ഞ ദിവസം ഒരു ദമ്പതികൾ പറഞ്ഞു, ഇതാ കുട്ടികളും ഇല്ല, പക്ഷേ ഞങ്ങൾ മരിച്ചാലും തീരൂല, വീടൊക്കെ മേടിക്കാനും വെക്കാനും വേണ്ടി എടുത്തുവിട്ടിരിക്കുന്ന കടം അത്രയും കടങ്ങളാണ്, ഞങ്ങൾക്ക് റിട്ടയർമെൻ്റ് ഇല്ല, മരിക്കണത് വരെയും ജോലി എടുത്താലും തീരൂല്ല ഷൈജു എന്നും പറഞ്ഞത് ഓർക്കണയാണ്. ആരാ കാരണക്കാർ? സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. അപ്പോൾ ചില നിർദ്ദേശങ്ങൾ തരികയാണ്. വരവിൽ കൂടുതൽ ചിലവാക്കരുത്, കടബാധ്യത മാറാൻ. ഇവിടം മുതൽ ആരംഭിച്ചാലും ഒരു ചെക്ക് ലിസ്റ്റ് ഇടുക. ഞാൻ പറയും, നിങ്ങളുടെ വരവും ചിലവും ഒന്ന് എഴുതി വെക്ക്. എങ്ങാട് പോകണമെന്ന് അറിയില്ലെന്ന് പറയില്ല, ഒരു 10 രൂപ ചിലവാക്കിയാൽ ഒരു ഡയറിയോ ഒരു പേപ്പറിലോ സ്ഥിരമായിട്ട് എല്ലാ മാസവും എഴുതി വെക്ക്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്തൊക്കെ അനാവശ്യമായ ചിലവുകൾ, എങ്ങോട്ടാ പോകുന്നത്, എന്താ തികയാതെ വരുന്നത്, ഏതെല്ലാം ചിലവ് വെട്ടിച്ചുരുക്കാനായിട്ട് സാധിക്കും, ഏതെല്ലാം യാത്രകൾ വേണ്ടെന്ന് വെക്കാൻ സാധിക്കും, ഏതെല്ലാം തരത്തിൽ ബ്ലോക്കുകൾ തടയാൻ സാധിക്കും, കണ്ടുപിടിക്കാൻ 1 മാസം 2 മാസം എഴുതിയാൽ മതി. പിന്നെ ഞാനൊക്കെ ചെയ്യാറുള്ള കാര്യമാണ്, പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ചില മനുഷ്യർ നിസ്സാരമായിട്ട് തള്ളിക്കളയും. ബന്ധനം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടം, ആരോ എന്തോ ചെയ്തതെന്ന് പറയാനാണ് ഇഷ്ടം, ഇത് മാറാൻ പോണില്ലെന്ന് പറയുന്നത് ഇഷ്ടം. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യർ, വിശ്വാസമുള്ള മനുഷ്യർ ഇതനുസരിച്ച് ചെയ്ത് കയറിപ്പോകുന്ന സംഭവങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിലുണ്ട്. അപ്പോൾ വരവിൽ കൂടുതൽ ചിലവാക്കാതിരിക്കുക. എൻ്റെ അമ്മ പറയാറുള്ള കാര്യം ഇതാണ്. അമ്മ മരിച്ചു കേട്ടോ, വർഷങ്ങളായി. അപ്പോൾ വരവറിഞ്ഞ് ചിലവാക്കാത്തവനെ കണ്ട വഴി മാറിപ്പോയേക്കണം, ഇല്ലെങ്കിൽ അവൻ നിന്നെയും വിറ്റ് കാശാക്കുമെന്ന്. ഭയങ്കര ചക്കര വാക്കൊക്കെ പറഞ്ഞ് നക്കി തോർത്തി കൈയും കാലൊക്കെ പിടിച്ച് വരും. അതുപോലെ തന്നെ ഒരു ചവിട്ടും വെച്ച് തരും. നമ്മൾ അവർക്ക് കൊടുത്തത് അവസാനം നമുക്ക് പാരയായി തീരുന്ന രീതിയിൽ വളച്ചൊടിച്ച് പറയും. ദൈവത്തെ ഓർത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊടുക്കുന്നതിന് പകരം രോഗമൊക്കെ വന്നപ്പോൾ എഴുതി കൊടുത്തൊക്കെ മേടിച്ചിട്ട് അവസാനം അവരെ പറയുന്ന വാക്കുകൾ കേട്ട കൊടുക്കണമെന്ന് വിചാരിച്ചതാ, ഇനി ഞാൻ കൊടുക്കൂല, അനാഥ മതിർത്തി കൊടുക്കും. ഇതൊക്കെ വെച്ച് പൊറുപ്പിക്കുക. ദൈവത്തിന് പോലും അവരുടെ കാലും കൈയും എല്ലാം പിടിച്ച് പരമാവധി മേടിച്ചെടുത്ത് എഴുതിയും കൊടുത്തിട്ട് പറയുന്ന മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ. എനിക്ക് നേരിട്ടറിയാവുന്ന കേസുകളുണ്ട്. മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ, ഒന്ന് മേടിക്കണം, കാണട്ടെ. ആപത്ത് ഘട്ടത്തിൽ കൈയും കാലും പിടിച്ച് മേടിച്ചിട്ടാണ്. ഇവിടെയൊക്കെ ഈ ക്ലാസ്സൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ മെസ്സേജ് പൈസയും ചോദിച്ചിടുന്നവരും വരുന്നവരും ഒക്കെ ഉണ്ട്. അവരൊന്നും ഈ പറയണമെന്നും ആ രീതിയിലല്ല കേൾക്കുന്നത്.
നമ്മളെയൊക്കെ ഏൽപ്പിക്കാത്ത ഒരു കാര്യവും ചെയ്യേണ്ട കാര്യം. എനിക്കറിയാം, എന്നെ പോലെ തന്നെ ഒരു ശുശ്രൂഷകൻ, നല്ല ടോപ്പിൽ നിന്നൊരു ശുശ്രൂഷൻ ബ്രദർ, വലിയ ധ്യാനഗുരുവാണ്, തകർന്നരിപ്പണമായിപ്പോയി. ആര് വന്ന് പറഞ്ഞാലും ആളുടെ ശുശ്രൂഷ ജോലി എല്ലാം മറന്ന് അവിടെ നിന്ന് മേടിച്ച് ഇവിടെ നിന്ന് മേടിച്ച് ആളും മേടിച്ച് നിലനിൽപ്പില്ല. അവസാനം എല്ലാത്തിൽ നിന്നും വിലക്കപ്പെട്ട് തകർന്ന് തരിപ്പണമായി രോഗിയായി അവിടെ നിന്ന് മേടിച്ച് ആൾക്കും നിലനിൽപ്പില്ല, അവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി മേടിച്ച്. ദൈവം നമ്മളെ ഏൽപ്പിക്കാത്ത ഒരു കാര്യവും ഒരു ശുശ്രൂഷകനും ചെയ്യണ്ട. ഓരോ കാര്യം ചെയ്യുമ്പോൾ ഒരു വാക്ക് ഇപ്പോൾ ഇത് പറയുമ്പോൾ അത് ദൈവഹിതമാണോ എന്ന് വിവേചിച്ചിട്ട് പോലും ഇങ്ങനത്തെ ഒരു വീഡിയോ, ഒരു ശുശ്രൂഷ ചെയ്താൽ മതി. അല്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ അധികം ആപത്താവും. അതുപോലെ ദൈവം പലരും വന്ന് അവരുടെ കണ്ണീര് കാണുമ്പോൾ, മദ്രസ പുണ്യാളത്തിയുടെ ഒരു പുസ്തകത്തിൽ വായിച്ചു പറയുക, അവരുടെ കണ്ണുനീര് നീർക്കെട്ടിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞത്. പിശാച് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചിലരിൽ കൂടെ കരയും. പലതരം കരച്ചിലുണ്ട്, പലതരം ചിരി എന്ന് പറയുന്നത് പോലെ പലതരം കരച്ചിലൊക്കെ ഉണ്ട് മക്കളെ. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളെ വിറ്റ് കാശാക്കി കളയും. പലതരം കരച്ചിൽ ഈ ലോകത്തുണ്ട്. ഇതെല്ലാം ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചെകുത്താൻ നമ്മളെ എടുത്തടിച്ച് കളയും. ഈ ബോധ്യം എനിക്കും നിങ്ങൾക്കും നല്ല രീതിയിൽ ഉണ്ടാകണം. കരച്ചിൽ തന്നെ പല രീതിയിലുണ്ട്, ചിരി തന്നെ പല രീതിയിലുണ്ട്. സഭാപ്രസംഗം 7:6 കലത്തിനടിയിൽ ചുള്ളിവിറക് കിരികിര കത്തുന്നത് പോലെയാണ് ബോഷൻ്റെ ചിരി. കിരികിരാന്ന് കേൾക്കുമ്പോൾ എന്തൊരു ചിരി നമ്മൾ പറയും. ഇതും മിഥ്യ തന്നെ. അപ്പോൾ ബോഷൻ്റെ ചിരീനെ കുറിച്ച്, അപ്പോൾ ബോഷൻ്റെ കരച്ചിൽ എങ്ങനെയായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇതൊന്ന് തിരിച്ചിട്ട് വായിച്ചാൽ മതി അല്ലേ. അപ്പോൾ അതും ഇതും പറഞ്ഞ് തട്ടിമുട്ടി നിൽക്കാതെ ദൈവവചനത്തിന് അനുസരിച്ചുള്ള ഒരു ജീവിതം വരവിൽ കവിഞ്ഞ് നമ്മൾ ഒരിക്കലും ചെലവാക്കരുത്. വരവിൽ കവിഞ്ഞുള്ള ചെലവാക്കലൊന്നും പാടില്ല. വരവറിഞ്ഞ് ചെലവാക്കുന്നവനെ കണ്ട വഴി എന്ത് ചെയ്യണം? വഴി മാറിപ്പോയിക്കോണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ പറയുന്നുണ്ട്, പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ദരിദ്രരെയും സുവിശേഷ പ്രവർത്തനങ്ങളെയും ഒക്കെ സഹായിക്കുക. സുവിശേഷം പറയുന്നതനുസരിച്ച് മാത്രം ചെയ്താൽ മതി. ഷൈജു ബ്രദർ പറയുന്നതനുസരിച്ചല്ല ചെയ്യേണ്ടത്. സുവിശേഷത്തിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അതുപോലെ ചെയ്യുക. പറഞ്ഞേക്കണത് എന്താ? 1/10 എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം. അല്ല, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 1 കൊടുക്കട്ടെ എന്ന് പറഞ്ഞേക്കണം അല്ലേ. അപ്പോൾ മൂന്നാമത്തെ കാര്യം, നേർച്ചകൾ നേർന്നാൽ അത് നിറവേറ്റാൻ വഴിയുണ്ടോ എന്ന് ആലോചിക്കുകയും വൈകാതെ നിറവേറ്റുകയും ചെയ്യുക. 4മത്തെ കാര്യമാണ്, ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് രക്ഷപ്പെട്ടില്ലെങ്കിൽ എല്ലാം നിഷ്പ്രയോജനമാണെന്ന് ഓർക്കണം. അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ആത്മരക്ഷ ഉപകരിക്കുന്നതായിരിക്കണം. ആത്മരക്ഷയ്ക്ക്. പിന്നെ 5മത്തെ കാര്യമാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല മനസ്സോടെ മാത്രം കൊടുക്കുക. മനസ്സ് ദുഷിച്ച് ഇഷ്ടമില്ലാതെ ഒക്കെ കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല, ഉള്ളതും കൂടെ പോവും. മക്കളെ കെട്ടിച്ചയക്കും. 6മത്തെ കാര്യം, മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ ഒക്കെ പൊള്ളയായ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ഇല്ലാത്തത് കൊടുക്കാമെന്ന് പറഞ്ഞ് ശാപം വരുത്തി വെക്കുക. താടി കൊണ്ട് വേലി കെട്ടരുത്. എങ്ങനെയെങ്കിലും നടത്തി വിടാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല ബന്ധം കിട്ടാൻ വേണ്ടി ഉള്ളതിലധികം മേന്മ കാണിച്ച് നുണ പറഞ്ഞൊക്കെ നടത്തും. പിന്നീട് കണ്ണീരും കയ്യും അതുങ്ങളുടെ ജീവിതത്തിൽ ഒഴിയാത്ത അവസ്ഥ. അടുത്തതാണ് സ്വത്തും ഓഹരിയും. 7മത്തെ കാര്യം, വീതം വയ്ക്കുമ്പോൾ പക്ഷപാതം കാണിക്കാതെ നീതിപൂർവമായും പെരുമാറുക. അർഹതപ്പെടാത്തവ കിടന്നാൽ അത് നമുക്കുള്ളതും കൂടെ ദുരിതമായി തീരും. ജെറമ്യാ 17:10-11 പറയുന്നുണ്ട്, താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നത്. പക്ഷെ ആരും ഇതൊന്നും അത്ര ഗവനിക്കാറില്ല. കാക്കക്കൊട്ടിയിൽ കുയിൽ മുട്ടയിടുന്ന പോലെ കൂകിക്കൊണ്ട് പറന്നു പോകും. പിന്നെ മദ്യപാനം, പുകവലി, മുറുക്ക്. 8മത്തെ കാര്യമാണ് അമിത ഭക്ഷ്യാസക്തി, ആഡംബരം, ആഭരണം ഇവയ്ക്ക് വേണ്ടിയുള്ള സമ്പത്തിൻ്റെ ദുരുപയോഗം നിയന്ത്രിക്കുക. ഒരു തവണ ഇട്ട ആ ഉടുപ്പ് പിന്നെ ഇടില്ല. പാവങ്ങൾക്ക് കൊടുക്കുക, അതും കൊടുക്കില്ല. ഓരോ ഉടുപ്പിനനുസരിച്ച് ചെരുപ്പും മാലയും മുത്തും പവിഴവും ഒക്കെ ആയിട്ട് കഴിവുള്ളവർ അതൊക്കെ ചെയ്തോട്ടെ. പക്ഷേ ആഡംബരവും ദൂർത്തൊക്കെ ഒഴിവാക്കുക. അതുമൂലം കെണിയിലും ലോണിലും ക്രെഡിറ്റ് കാർഡിലും ദാരിദ്ര്യത്തിലും ഒക്കെ വീഴുന്നവരുണ്ട്. ഒരാളെന്നോട് പറഞ്ഞത് ക്രെഡിറ്റ് കാർഡ് മൂലം തകർന്നു പോയതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കടം വാങ്ങി ആഘോഷം നടന്ന് ഒഴിവാക്കുക. ആഘോഷം നടത്തി അവസാനം ഭ്രാന്ത് പിടിച്ച് എല്ലാം നഷ്ടപ്പെടുന്നതിനേക്കാൾ ചിലവ് ചുരുക്കി കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ,
അതാണ് നിലനിൽക്കുന്നതെന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ കടബാധ്യത മാറാൻ പറ്റിയ 3-4 വചനങ്ങൾ പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ വചനം സഭാപ്രസംഗൻ 6:2. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. ഇത്രയും മതി ഈ വചനം. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ, സഭാപ്രസംഗൻ 6:2, ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. ഈ വചനത്തിൻ്റെ വിഷയത്താൽ എന്നെ നിറക്കണമേ, ഞങ്ങളെ നിറക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ നിറക്കണമേ. സമ്പത്ത്, കീർത്തി, പൈസ മാത്രമല്ല, സൽപ്പേര് കിട്ടും, ഐശ്വര്യം. കുറേ പേര് പറയും പൈസയും ഉണ്ട് എല്ലാം ഉണ്ട്, ഒരു ഐശ്വര്യം ഇല്ലെന്ന് പറയും. അപ്പോൾ ഐശ്വര്യം തരും, ഉള്ളത് ഉപകാരപ്പെടും, തൃപ്തി കിട്ടും, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. സഭാപ്രസംഗൻ 6:2 നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഒരു വചനമാണ്. ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ അടുത്ത ഒരു വചനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 19-20. എൻ്റെ ദൈവം മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. വേറെ ആരും വഴി കിട്ടൂല. അപ്പന, അപ്പൂപ്പന, മരിച്ചുപോയരാ, കൊച്ചാപ്പന, വല്യപ്പന, പറ്റിച്ചെടുത്തതാ, തട്ടിച്ചെടുത്തതാ, തരാതിരുന്നല്ല, ബ്ലോക്ക് ചെയ്തിട്ടതാ, ഒന്നും അന്വേഷിച്ച് മനസ്സ് പുണ്ണാക്കണ്ട. അതൊരിക്കലും ഇനി കിട്ടൂലെന്നും തരൂലെന്നും അറിയാം. ആളും ചിലപ്പോൾ പോയി കഴിഞ്ഞ്. ഇനി അതെല്ലാം ചർച്ച ചെയ്ത് ആകെ നമ്മൾ തകരണ്ട. അവരോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നർത്ഥം. അത് വീണ്ടും കുത്തിപ്പൊക്കി കേസും കൊണ്ടുപോകാൻ വേണ്ടിയാണ്. കേസൊക്കെ ഉണ്ടത് എൻ്റെ അടുത്ത് വന്ന ചിലരോടൊക്കെ ഞാൻ പറഞ്ഞ് കേസൊക്കെ പിൻവലിപ്പിച്ച് ശത്രുവും മിത്രവും കൂടെ അവസാനം ഒരുമിച്ച് ഇവിടെ വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. എത്ര കേസുകൾ പിൻവലിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഈ ശുശ്രൂഷ? വെറുതെ പ്രസംഗിക്കണേ അല്ല, ചിലരൊക്കെ അനുസരിക്കും. അപ്പോൾ ബ്രദറെ ശരി എന്ന് പറയും. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കാത്ത സാമ്പത്തിക വഴികളും അനുഗ്രഹങ്ങളും മക്കൾക്ക് ജോലിയും കല്യാണവും ഒക്കെ തെളിഞ്ഞ് കിട്ടിയത് അതിൽ പിന്നെയാണ്. എപ്പോഴും രോഗം, അൾസർ, അത് ഇത്. കാരണം വെറുപ്പാ, കേസ് ഇനി എന്ന് തീരാനാ, അതിനും ദൂരം പൈസ. ഭർത്താവിൻ്റെ സഹോദരങ്ങൾക്കെതിരെയുള്ള കേസൊക്കെ പിൻവലിച്ചു. എല്ലാവരും ഒറ്റപ്പെടുത്തുമെന്ന് വിചാരിച്ചു. അതിന് അവരെല്ലാം തിരിഞ്ഞു മറിഞ്ഞു വന്ന് ശത്രുവും മിത്രവും കൂടെ ഇവിടെ വന്നു. അങ്ങനത്തെ ഒന്നല്ല, പലവിധ സംഭവങ്ങളുണ്ട്. കേസ് പിൻവലിച്ചു. അപ്പോൾ പോലീസുകാർ ചോദിച്ചിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ തോന്നാനുള്ള കാര്യം, ആരാ? അപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറയണം. അവരും നമ്പർ മേടിച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമാവുന്ന രീതിയിൽ വിട്ടുകൊടുക്കണം. യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഫിലിപ്പിയർ 4:19 ഈ വചനത്താൽ നിറയട്ടെ. ഇത് എഴുതി ഒട്ടിച്ചു വെച്ചോ. ഇപ്പോൾ ആദ്യം പറഞ്ഞതും സഭാപ്രസംഗൻ 6:2, ഫിലിപ്പിയർ 4:19-20, 2 കൊറിന്തോസ് 9:8. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. എല്ലാ അനുഗ്രഹങ്ങളും, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ നൽകും, കടമുള്ളവരുടെ കടം മാറും, രോഗശാന്തി കിട്ടും, നീ ഒരു അത്ഭുതമായി മാറും. നിന്നെ കണ്ടാൽ ഓടിപ്പോയവർ ഇനി നീ ചെന്നാൽ നിന്നെ വിടൂല്ല, നിന്നെ അന്വേഷിച്ചു വരും. നീയും നിൻ്റെ കുടുംബവും മക്കളും എല്ലാം സാമ്പത്തികമായും ബിസിനസ് പരമായും ജോലിപരമായും പഠനപരമായും ഭൗതികമായും ആത്മീയമായും എല്ലാം ഉയരും. ഈ വചനങ്ങളൊന്നും ഓർത്തേ, നമുക്ക് വേണ്ടി ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ്, കഴിവുറ്റവനാണ് ദൈവം. ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ വചനം എന്നിൽ നിറയട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. അപ്പോൾ സഭാപ്രസംഗം 6:2, ഫിലിപ്പിയർ 4:19-20, 2 കൊറിന്തോസ് 9:8. ഈ വചനം എല്ലാം പറഞ്ഞു പ്രാർത്ഥിക്കുകയും കൂട്ടത്തിൽ കൂടി രക്ഷപ്പെടാൻ പോണില്ല. പണ്ടേ ചെയ്തെങ്കിൽ ഞാൻ എല്ലാം പോയി കഴിഞ്ഞിട്ട് ഇനി ചെയ്തിട്ട് എന്താ കാര്യം? അവർ കൊണ്ടുപോയി, ഇവർ കൊണ്ടുപോയി, അതെല്ലാം ഫുള്ളായിട്ടത് വിട്ട് കളഞ്ഞോ. ഇവിടെ നിന്ന് ദൈവം ആരംഭിക്കും. പ്രഭാഷകൻ 11:21. പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട, കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. അതും പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ. പ്രാർത്ഥിച്ചാൽ മതി, ബൈബിൾ വായിച്ചാൽ മതി, വചനം എഴുതിയാൽ മതി എന്നല്ല. നീ
യു ഹാവ് ടു വർക്ക് ഹാർഡ്. നമ്മൾ കഷ്ടപ്പെടണം, നമ്മൾ അന്വേഷിക്കണം, പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ആകാശത്തിലെ പറവകൾ, വയലിലെ ലില്ലികൾ കണ്ടിട്ടില്ല, ഒരു മിനിറ്റ് വെറുതെ ഇരിക്കുന്നുണ്ടാ? പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? കുരുവികയും കാക്കയും കിളികളും എല്ലാം. അപ്പോൾ കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. അന്വേഷിച്ചുകൊണ്ടിരിക്കുക, വ്യഗ്രതപ്പെടണ്ട, ഉത്കണ്ഠപ്പെടണ്ട, മടുപ്പ് വേണ്ട, നെഗറ്റീവ് സംസാരമൊക്കെ നിർത്തുക, പരിശ്രമിക്കുക. ഒരു വഴി മടങ്ങിപ്പോയെന്നും പറഞ്ഞ് അതോടുകൂടി എല്ലാം അവസാനിപ്പിക്കാനല്ല, ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നല്ല, ഇവരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് നിർത്തുക. അത് തന്നെ പ്രധാന ഒരു കെണിയാണ്. അപ്പോൾ ഇതെല്ലാം നിർത്തി എളിമയുടെ മാതൃക ഈ 4 വചനങ്ങളും കൂട്ടത്തിൽ 5-ാമത്തെ വചനം നിയമാവർത്തനം 28:12 കൂടെ ചേർത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും. നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. പ്രാർത്ഥനാ നിയോഗങ്ങൾ അയക്കാം, കമൻസുകളിലൂടെ അയക്കാവുന്നതാണ്. ഷെയർ ചെയ്യണം. പ്രേക്ഷിത വേളകളിൽ പങ്കുകാരാകാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ ശുശ്രൂഷകളോടും നിയോഗങ്ങളോടും ഈ വചന ശുശ്രൂഷകളോട് ചേർത്ത് ഇതിൽ പ്രാർത്ഥിക്കുന്ന, ഇത് കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദാരിദ്ര്യത്തെ ചവിട്ടുപടികളാക്കി മാറ്റി ദൈവം സമൃദ്ധി, സമ്പന്നത, ഉയർച്ച, ഐശ്വര്യം നിങ്ങളുടെ കുടുംബത്തിലും മക്കളിലും തരും. പുതുവഴികൾ തെളിഞ്ഞു കിട്ടും. അതുകൊണ്ട് ഇന്ന് തൊട്ട് കിട്ടിയതായിട്ട് കണ്ട് സന്തോഷിച്ച് ഡ്രീം ചെയ്ത് പ്രാർത്ഥിക്കുക. കരഞ്ഞ് ദുഃഖിച്ച് വിഷമിച്ച് ഉണങ്ങി ഇല്ലാതായി വരണ്ടുണങ്ങി നടക്കല്ലേ, പഴങ്കഥയും പറഞ്ഞ് നടക്കല്ലേ. നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു പ്രസരിപ്പ്, ഒരു ഉന്മേഷം. അവിടെ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ തിരുമുഖം നമ്മളിൽ പതിയട്ടെ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും മാലാമാരുടെ സംരക്ഷണം ഉണ്ടാകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.